Today onwards, we discuss metrology and instrumentation topics. Let's see each module. Module 1. നമുക്ക് മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സബ്ജക്റ്റിൽ ടോട്ടൽ 6 മോഡ്യൂൾസ് ഉണ്ട്. 6 മോഡ്യൂൾസിൻ്റെ വീഡിയോസാണ് നമ്മളിത് ചെയ്യാൻ പോവുക. ദെൻ ഫസ്റ്റ് മോഡ്യൂളാണ്. ഫസ്റ്റ് മോഡ്യൂൾ സിലബസ് ആണ് ഈ കാണുന്നത്. ദെൻ സെക്കൻഡ് മോഡ്യൂൾ സിലബസ്, third module, fourth module, fifth and sixth. ഇപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ലെറ്റ്സ് സി ഫസ്റ്റ് മോഡ്യൂൾ. ഫസ്റ്റ് മോഡ്യൂൾ സിലബസിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ് മെഷർമെൻറ്റ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്? ദെൻ ടെർമിനോളജീസ് ഇൻ മെഷർമെൻറ്റ്, errors in measurement, then standards, line standard, end standard and wavelength standard. Then linear measurement devices, comparators, angular measurement instruments ആണ് നമുക്ക് നോക്കാനുള്ളത്. Then മെട്രോളജിക്കൽ മെഷർമെൻറ്റ്. എന്താണ് മെഷർമെൻറ്റ്? മെഷർ ചെയ്യുക. നമുക്കൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ടൈം, ഇതെല്ലാം മെഷർമെൻ്റ് ആണ്. നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു മാസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയുണ്ട് അതിൻ്റെ മാസ് എന്നുള്ളത് ഒരു നമ്പറായിട്ട് പറയണം. ഇത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിനുള്ള ടെമ്പറേച്ചർ അതിൻ്റെ വാല്യൂ ഇത്രയാണ്, ഒരു ദൂരം എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ് എന്നൊക്കെയുള്ളത് ഒരു വാല്യൂ ആയിട്ട് പറയുന്നു. അപ്പോൾ അതാണ് മെട്രോളജിക്കൽ മെഷർമെൻറ്റ്. ആ വാല്യൂ ആയിട്ട് പറയാൻ വേണ്ടി കുറേ ഡിവൈസസ്, ലൈക്ക് ഏറ്റവും സിമ്പിളായിട്ട് സ്കെയിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്ര ദൂരം, ഇത്ര mm അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. മെട്രോളജി എന്താണ്? ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് മെഷർമെൻറ്റ്. ദെൻ എൻജിനീയറിംഗ് മെട്രോളജി എന്താണ്? മെഷർമെൻറ്റ് ഓഫ് ഡയമെൻഷൻസ് ലൈക്ക് ലെങ്ത്, തിക്നെസ്, ഡയമീറ്റർ, ടേപ്പർ ആംഗിൾ, ഫ്ലാറ്റ്നെസ് എക്സെട്ര. അപ്പോൾ എൻജിനീയറിംഗ് മെട്രോളജി മെയിനായിട്ടും ഡീൽ ചെയ്യുക എന്താണ്? എൻജിനീയറിംഗ് മെഷർമെൻറ്റ്സ് ആണ്. ദെൻ ഇതൊക്കെ എന്താണ് മെട്രോളജിയെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആണ്. ദെൻ എന്തിനാണ് മെട്രോളജി? ഒബ്ജക്റ്റീവ്സ് ഓഫ് മെട്രോളജി. നമുക്കറിയാം മെഷർമെൻറ്റ്, വിത്തൗട്ട് മെഷർമെൻറ്റ് നമുക്ക് ഈ ലോകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ടെമ്പറേച്ചർ എത്രയാണെന്ന് മെഷർ ചെയ്യണം, സ്പീഡ് എത്രയാണെന്ന് മെഷർ ചെയ്യണം, ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യണം. അങ്ങനെ എല്ലാത്തിലും ഒരു ക്വാണ്ടിറ്റി വേണം. ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ മാസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മേ ബി ഫുഡ് ഐറ്റംസ് ആയിരിക്കും, അത് എത്ര ക്വാണ്ടിറ്റി ഉള്ളതാണെന്ന് പറയാൻ സാധിക്കണം. അത് ആ ക്വാണ്ടിറ്റി എത്രയുള്ളതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മെഷർമെൻറ്റ് ഡിവൈസ് ഇല്ല എങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കീപ്പ് ചെയ്ത് പോകാൻ സാധിക്കില്ല. മീൻസ് ഒരു സ്ഥലത്തെ വെയിറ്റ് വേറൊരു സ്ഥലത്തെ വെയിറ്റും തമ്മിൽ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഒരു മെഷർമെൻറ്റ് സിസ്റ്റം വേണം. അപ്പോൾ അത് തന്നെയാണ് മെട്രോളജിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം മെഷർ ചെയ്യണം, പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യണം. ഇപ്പം നമ്മളൊന്ന് ഓട്ടോമൊബൈൽസൊക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ എൻജിൻ വർക്ക് ചെയ്യുന്നത് ഒരു എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ഒന്നിൻ്റെ ബേസിലാണ്. അപ്പോൾ ആ എൻജിൻ കൺട്രോൾ യൂണിറ്റ് എൻജിൻ്റെ ടെമ്പറേച്ചർ, കൂളൻ്റ് ടെമ്പറേച്ചർ, എൻജിനിലേക്ക് കയറുന്ന എയറിൻ്റെ വെലോസിറ്റി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പാരാമീറ്റേഴ്സിൻ്റെ ബേസിലാണ് എൻജിനിലേക്ക് ഫ്യൂല് സപ്ലൈ ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ ഈ ഓരോ പാരാമീറ്റേഴ്സും മെഷർ ചെയ്യണമെങ്കിൽ അവിടെ മെഷർമെൻറ്റ് ഡിവൈസസ് വേണം. ഇപ്പം നമുക്ക് ഫ്ലോമീറ്റർ വേണം, അല്ലെങ്കിൽ അനീമോമീറ്റർ വേണം. അപ്പം അത്തരത്തിൽ മെഷർമെൻറ്റ് ഡിവൈസുകൾ ഇല്ല എങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇത്ര ക്വാണ്ടിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ വരച്ച ലൈനിൻ്റെ ദൂരം ഇത്ര mm, ഇത്ര സെൻറ്റിമീറ്റർ, ഇത്ര മീറ്റർ എന്ന് പറയണമെങ്കിൽ ഒരു മെഷർമെൻറ്റ് ഡിവൈസ് വേണം. അപ്പം അതുകൊണ്ട് തന്നെ മെഷർമെൻ്റ് ഇല്ല എങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒന്നും തന്നെ ഇത്രയാണ് ഇത് എന്ന് പറയുന്നതിനെക്കുറിച്ച് സാധിക്കില്ല. ദെൻ thorough evaluation of newly developed product to ensure that components design is within the process. ഒരു കമ്പോണൻറ്റ് ഡിസൈൻ ചെയ്തു, മേ ബി ഒരു കാറിലെ ഒരു പാർട്ടായിരിക്കും, ഒരു നട്ടായിരിക്കും, ഒരു ബോൾട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ, അതിൻ്റെ സ്പെക്ക് കറക്റ്റായിട്ട് പറയണം, അല്ലെങ്കിൽ സ്പെക്ക് നമുക്ക് ഡ്രോയിങ്ങിൽ വരയ്ക്കണം. ഇവിടെയൊക്കെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആവശ്യമാണ്. ഇത്ര ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന്
സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ അവിടെ ഒരു മെഷർമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Then determine the process capabilities and ensure that these are better than relevant component tolerance. ഒരു പ്രോസസ്സിൻ്റെ കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യണം. ഒരു പ്രോഡക്റ്റ് അതിൻ്റെ ഡിസൈനിലുണ്ടാകുന്ന ഫീച്ചേഴ്സ്, അപ്പോൾ ആ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് പ്രോഡക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നത് എന്നൊക്കെയുള്ള മെഷർ ചെയ്യണമെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടൊരു മെഷർമെൻറ്റ് സിസ്റ്റം വേണം. Then to determine the measuring instrument capabilities, ഒരു മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് അത് എത്രത്തോളം കേപ്പബിൾ ആണ്, അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ മെട്രോളജി ഇമ്പോർട്ടൻ്റ് ആണ്. Then minimize the cost of inspection by effective and efficient use of available facilities. അപ്പോൾ നമുക്ക് മെട്രോളജിയിലെ ഏറ്റവും വലിയ ഉപയോഗം വരുന്ന ഒന്നാണ് ഇൻസ്പെക്ഷൻ. കാരണം ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന ഘടകമാണ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ആ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്പെക്ഷൻ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു പ്രോഡക്റ്റ് വിതിൻ ലിമിറ്റ് ഓർ നോട്ട് എന്നുള്ള ഒന്നിലേക്ക് മാറുക. അപ്പം അങ്ങനെ മാറണമെങ്കിൽ ആ പ്രോഡക്റ്റ് അതിൻ്റെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യാൻ ഒക്കെ ഒരു മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടാവണം. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് മെഷറിംഗ് മെത്തേഡ്സ്. മെഷർ ചെയ്യുന്ന മെത്തേഡ്സ് അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ പ്രൊവൈഡ് ചെയ്യാൻ മെഷർമെൻറ്റ് സിസ്റ്റത്തിന് സാധിക്കും. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ലേയിങ് ഡൗൺ ഇൻസ്പെക്ഷൻ മെത്തേഡ്സ് ഫോർ എനി പ്രോഡക്റ്റ് റൈറ്റ് അറ്റ് ദ ടൈം വെൻ പ്രൊഡക്ഷൻ ടെക്നോളജി ഈസ് പ്രിപ്പയർഡ്. ദെൻ മെയിൻ്റനൻസ് ഓഫ് ദ ആക്യുറസീസ് ഓഫ് മെഷർമെൻറ്റ്. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ പീരിയോഡിക്കൽ കാലിബ്രേഷൻ ഓഫ് ദ മെട്രോളജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ദെൻ നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നു, കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആക്യുറസി നഷ്ടപ്പെടാം. അപ്പോൾ അതിനെ ആ ഒറിജിനൽ കണ്ടീഷനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി റീകാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് പീരിയോഡിക്കലായിട്ടുള്ള മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും അതിൻ്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതിനൊക്കെ മെട്രോളജി ആവശ്യമാണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഡിസൈൻസ് ഫോർ ഓൾ ഗേജസ് ആൻഡ് സ്പെഷ്യൽ ഇൻസ്പെക്ഷൻ ഫിക്ചേഴ്സ്. അപ്പോൾ ഒരു മെട്രോളജി എന്ന് പറയുമ്പോൾ മെഷർമെൻ്റ് ആണ്, സയൻസ് ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ മെഷർ ചെയ്യുക, പല ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുക, അതോടൊപ്പം തന്നെ മെഷർമെൻറ്റ് ഡിവൈസുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ മെഷർമെൻറ്റ് ഡിവൈസ് ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ലോകത്ത് പ്രോഡക്റ്റുകൾ ഇറക്കാൻ സാധിക്കുക, ലോകത്ത് ബിൽഡിങ്ങുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ലോകത്തുള്ള എല്ലാത്തിലും ഒരു ഡയമെൻഷൻ, ഒരു മെഷർമെൻറ്റ് ബേസിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ദെൻ ടൈപ്സ് ഓഫ് മെട്രോളജി നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു: സയൻറ്റിഫിക് മെട്രോളജി, ഇൻഡസ്ട്രിയൽ മെട്രോളജി, ലീഗൽ മെട്രോളജി. ദെൻ ഫസ്റ്റ് വൺ ഈസ് സയൻറ്റിഫിക് മെട്രോളജി. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ സയൻറ്റിഫിക് എന്ന് പറയുമ്പോൾ കുറച്ച് റിസർച്ച് ആയിട്ടുള്ള മെട്രോളജി ഏരിയയാണ്. അവരെന്ത് ചെയ്യുന്നു? ഡെവലപ്മെൻറ്റ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെൻറ്റിൽ ഹെൽപ്പ് ആവുന്ന അല്ലെങ്കിൽ മെഷർമെൻറ്റ് ബേസ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ സയൻറ്റിഫിക് മെട്രോളജിക്കാർ ചെയ്യുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് വിത്ത് ദെയർ മെയിൻ്റെനൻസ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ. ദെൻ ഇൻഡസ്ട്രിയൽ മെട്രോളജി അവരെന്ത് ചെയ്യുന്നു? ഇറ്റ് ഡീൽസ് വിത്ത് ദ എൻഷുറിങ് ഓഫ് ദ അഡീക്വേറ്റ് ഫങ്ഷനിങ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് അഡീക്വേറ്റ് ഫങ്ഷനിങ്, പ്രോപ്പറായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മെയിൻ്റനൻസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുകയാണ് ഇൻഡസ്ട്രിയൽ മെട്രോളജി ചെയ്യുക. കാരണം ഒരു ഓർഗനൈസേഷനിലെ ഒരു ഇൻഡസ്ട്രിയിലെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് അത് ഒരുപാട് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അതിന് ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ എറർ വന്നു കഴിഞ്ഞാൽ അത് ആ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെ, മാനുഫാക്ചറിങ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കും. ഇറ്റ് ഈസ് നെസസറി ടു വർക്ക് വിത്ത് ക്വാളിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഓരോ കാര്യങ്ങളും നടക്കണം എങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടാവണം. പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, റോ മെറ്റീരിയൽ, അങ്ങനെ എന്തൊക്കെയാണോ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഏരിയാസ് അതെല്ലാം കറക്റ്റായിട്ട് മെഷർ ചെയ്ത് ചെക്ക് ചെയ്യണമെങ്കിൽ മെഷർമെൻറ്റ് ആവശ്യമാണ്. അതുകൂടാതെ ഒരു പ്രോസസ്സ് എത്രത്തോളം നല്ല രീതിയിലാണ് നടക്കുന്നത്, എഫിഷ്യൻ്റായിട്ട് നടക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യണം ആ പ്രോസസ്സിൻ്റെ ഡേറ്റാസ് വെച്ചുകൊണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു മെഷർമെൻറ്റ് സിസ്റ്റം
ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആവശ്യമായി വരുന്നു. Then next one is legal metrology. It is concerned with the accuracy of measurements where these have influence on the transparency of economical transactions, health and safety. അപ്പോൾ ലീഗൽ മെട്രോളജി മെയിനായിട്ടും എന്താണ് എയിം ചെയ്യുന്നത്? മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ഏരിയാസ്, മേ ബി ഷോപ്സ്, സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ എവിടെയൊക്കെയാണോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്? ഉദാഹരണം, നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നു ഷോപ്പുകളിൽ, അല്ലെങ്കിൽ അവിടെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ചെക്ക് ചെയ്യുക, അത് ആക്യുറേറ്റ് ആയിട്ടാണോ ആ ഷോപ്പിൽ ഇരിക്കുന്നത്, അവരെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അവർ അതിനകത്ത് എറേഴ്സ് വരുത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈവൻ പെട്രോൾ അടിക്കുന്ന പെട്രോൾ ബങ്ക്സ്, അവിടെയുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് അത് കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണോ അത് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുന്നത്, കസ്റ്റമറിന് വേണ്ട റൈറ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി തന്നെയാണോ കസ്റ്റമറിലേക്ക് കിട്ടുന്നത്, അപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക പോവുക. ദാറ്റ് ഈസ് ലീഗൽ മെട്രോളജി. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ആക്യുറസി ഓഫ് മെഷർമെൻറ്റ്സ് where these have influence on the transparency of economical transactions, health and safety. Its function is to regulate, advise, supervise and control the manufacturing and calibration of measuring instruments. Measuring instrument manufacturing അതുപോലെ തന്നെ കാലിബ്രേഷൻ, ഈ രണ്ട് കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നു, വേണ്ട അഡ്വൈസ് കൊടുക്കുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഷോപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്, വെയിറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് റെഗുലർലി അവർ ചെക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടി? കാരണം ആ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് അവർ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്നത് റൈറ്റ് ക്വാണ്ടിറ്റി ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ലീഗൽ മെട്രോളജിയാണ്. Then measurement is the act or the result of a quantitative comparison between a predetermined standard and an unknown magnitude. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുക. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കൊരു നീളം, ഒരു ലൈൻ വരച്ചു, ആ ലൈനിൻ്റെ നീളമാണ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്, അതല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വേണം. നമ്മളൊരു സ്കെയിൽ എടുക്കുന്നു, ആ സ്കെയിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു മെഷർമെൻ്റ് എടുക്കുന്നത്. സോ സ്കെയിൽ ഈസ് എ സ്റ്റാൻഡേർഡ്. ആ സ്കെയിലിൻ്റെ റെഫറൻസിലാണ് എത്രയാണ് ആ ലൈനിൻ്റെ നീളം എന്നുള്ളത് മെഷർ ചെയ്യുക. ദെൻ എലമെൻറ്റ്സ് ഓഫ് മെഷർമെൻറ്റിലെ എലമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്? മെഷറൻറ്റ്, റെഫറൻസ് ആൻഡ് കമ്പാരേറ്റർ. എന്താണ് മെഷറൻറ്റ്? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ പ്രോപ്പർട്ടി ലൈക്ക് ലെങ്ത്, ആംഗിൾ, ഡയമീറ്റർ, തിക്നെസ് എക്സെട്ര ടു ബി മെഷർഡ്. അപ്പോൾ നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് അതാണ് മെഷറൻറ്റ്. അപ്പോൾ നമുക്കൊരു ലൈനിൻ്റെ നീളമാണെങ്കിൽ ലെന്ത് മെഷർ ചെയ്യണം, തിക്നെസ് ആണെങ്കിൽ തിക്നെസ്, ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ. അപ്പോൾ എന്താണോ മെഷർ ചെയ്യേണ്ടത് ആ മെഷർ ചെയ്യേണ്ട പാരാമീറ്റർ, ദാറ്റ് ഈസ് മെഷറൻറ്റ്. ഇനി റെഫറൻസ്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ പ്രോപ്പർട്ടി ടു വിച്ച് ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺസ് ആർ മെയ്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ നീളം എത്രയാണ് എന്ന് മെഷർ ചെയ്യണമെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെഫറൻസ്. ആ റെഫറൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്കെയിൽ. ആ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലൈനിൻ്റെ നീളം എത്രയാണെന്ന് മെഷർ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെഫറൻസ്. അപ്പോൾ ദെൻ എന്താ ചെയ്യുന്നത്? കമ്പാരേറ്റർ, കമ്പയറിങ് മെഷറൻറ്റ് വിത്ത് റെഫറൻസ്. അപ്പോൾ നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ആ ലൈനിൻ്റെ നീളം, അതും നമ്മുടെ റെഫറൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിലും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് എത്രയാണ് ലൈനിൻ്റെ നീളം എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ദെൻ മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റിലെ മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് മെത്തേഡ്. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് ഒബ്റ്റെയിൻഡ് ഡയറക്റ്റ്ലി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്നു, നമുക്കപ്പോൾ ഡയറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നു. മറിച്ച് മറ്റ് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ്. അതിനൊരു എക്സാമ്പിളാണ് സ്കെയിൽ. ദെൻ കാലിപ്പേഴ്സ്.
മൈക്രോമീറ്റേഴ്സൊക്കെ. അപ്പോൾ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ വരച്ചു, സ്കെയില് ഉപയോഗിച്ചുകൊണ്ട് ലൈനിൻ്റെ നീളം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ സാധിക്കുന്നു വിത്തൗട്ട് എനി കാൽക്കുലേഷൻസ്. ദെൻ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്താണ്? ദ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മെഷറിങ് അതർ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ടു റിക്വയർഡ് വാല്യൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടില്ല, മറിച്ച് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ആവശ്യമാണ്. എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം. അപ്പോൾ മാസും വോളിയവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചാലേ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ എന്താണോ മെഷർ ചെയ്യേണ്ട പാരാമീറ്റർ അത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടില്ല. അപ്പോൾ അതിന് കാൽക്കുലേഷൻസ് ആവശ്യമാണ്. മാസും വോളിയവും കണ്ടുപിടിച്ച് അതിൻ്റെ ബേസിൽ മാത്രമേ ഡെൻസിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഇതിന് നെക്സ്റ്റ് ആണ് അബ്സല്യൂട്ട് മെത്തേഡ്. It is also called fundamental method and it is based on the measurement of the base quantities used to define a particular quantity. അപ്പോൾ അബ്സല്യൂട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, ലെന്ത്, അതുപോലെ തന്നെ ലെന്തിന് മീറ്റർ, ടൈമിന് സെക്കൻഡ് തുടങ്ങി അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് അത് വെച്ചുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ടിൽ മെഷർമെൻറ്റ് എത്തിച്ചേരുന്നതാണ് അബ്സല്യൂട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ കമ്പാരിസൺ മെത്തേഡ് എന്താണ്? കമ്പയർ ചെയ്യുക. ദ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഈസ് കമ്പയർഡ് വിത്ത് എ നോൺ വാല്യൂ ഓഫ് എ സെയിം ഓർ റിലേറ്റഡ് ക്വാണ്ടിറ്റി ടു ഇറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഡയൽ ഇൻഡിക്കേറ്റർ, ദെൻ കമ്പാരേറ്റേഴ്സ്. അപ്പോൾ എന്താണ് കമ്പാരേറ്റേഴ്സ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ മോഡ്യൂളിൽ തന്നെ പഠിക്കും. അപ്പോൾ കമ്പാരേറ്റേഴ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് മെഷർമെൻറ്റ് നടത്തുക. മെഷർമെൻ്റ് അല്ല അവിടെ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുക കമ്പാരിസണാണ്. അതായത് നമുക്കൊരു സ്റ്റാൻഡേർഡ് കയ്യിലുണ്ട്, ആ സ്റ്റാൻഡേർഡും നമ്മൾ ആക്ച്വലി ചെയ്തെടുത്ത ഒന്നും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് അക്സെപ്റ്റബിൾ റേഞ്ചിലാണോ അതോ റിജക്റ്റ് ചെയ്യേണ്ട ഡയമെൻഷനിലാണോ എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ അവിടെ മെഷർമെൻ്റ് അല്ല, അത് ഒരു കമ്പാരിസണാണ് അവിടെ ചെയ്യുക. അപ്പോൾ അതാണ് കമ്പാരേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പാരേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ മോഡ്യൂളിൻ്റെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് കാണും. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പൊസിഷൻ മെത്തേഡ്. എന്താണ് ട്രാൻസ്പൊസിഷൻ മെത്തേഡ്? ഇൻ ദിസ് മെത്തേഡ് the value of the quantity measured is first balanced by an initial non-value P of the same quantity. Then the value of the quantity measured is put in place of that non-value Q. Then the quantity to be measured equal to root of P by Q. അപ്പോൾ നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കിട്ടി. അപ്പം നമ്മുടെ കയ്യിലുള്ള നോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയും ആ അൺനോൺ ക്വാണ്ടിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നു. ദെൻ അതാണ് ഫസ്റ്റ് പി. ദെൻ അതിനുശേഷം വീണ്ടും ആ അൺനോൺ ക്വാണ്ടിറ്റിയും നമ്മുടെ കയ്യിലുള്ള മറ്റൊരു നോൺ ക്വാണ്ടിറ്റിയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നു, ദറ്റ് ഈസ് ക്യൂ. ദെൻ നമ്മുടെ അൺനോൺ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈക്വൽ ടു റൂട്ട് ഓഫ് പി ഇൻറ്റു ക്യൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു ക്വാണ്ടിറ്റി കിട്ടി. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു വെയിറ്റ് നമുക്ക് 10 കിലോ എന്ന രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിലൊരു 10 കിലോയുടെ ഒരു വെയിറ്റ് ഉണ്ട്. എഗെയിൻ നമ്മൾ വേറൊരു വെയിറ്റ് ആയ ക്യൂ, അതും ഏകദേശം 10 കിലോ അടുത്തുള്ള ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ ദെൻ റൂട്ട് ഓഫ് പി ഇൻറ്റു ക്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അത് നമുക്ക് മെഷർ ചെയ്യേണ്ട അൺനോൺ ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് ആയിരിക്കും. ദെൻ കോയിൻസിഡൻസ് മെത്തേഡ്. There is a very small difference between the value of the quantity to be measured and the reference. It is also called differential method of measurement. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെർനിയർ കാലിപ്പേഴ്സ്, മൈക്രോമീറ്റേഴ്സ്, ഇവിടെയെല്ലാം നമ്മൾ ആ കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻ അതിൻ്റെ ബേസിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. വെർനിയർ കാലിപ്പർ എടുക്കുകയാണെങ്കിൽ മെയിൻ സ്കെയിലുണ്ട്, വെർനിയർ സ്കെയിലുണ്ട്. അതിൽ വെർനിയർ സ്കെയിലിൽ ഒരു ലൈൻ മെയിൻ സ്കെയിലിൽ ഒരു ലൈനുമായിട്ട് എവിടെയാണോ കോയിൻസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് റീഡിങ് എടുക്കുക. അപ്പോൾ അത്തരത്തിൽ കോയിൻസിഡൻസ് മെത്തേഡിലൂടെ റീഡിങ് എടുക്കുന്നതിനെയാണ്
നമ്മൾ ഈ ഒരു മെത്തേഡായിട്ട് എടുക്കുക. ദെൻ ഡിഫ്ലക്ഷൻ മെത്തേഡ്. The value of the quantity to be measured is directly indicated by the deflection of a pointer on a calibrated scale. ഇപ്പോൾ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രഷർ ഗേജ് എടുത്തു. പ്രഷർ ഗേജിലെ പോയിൻ്റർ മൂവ് ചെയ്യുന്നു. ആ പോയിൻ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി എന്നുള്ളത് മെഷർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആ പോയിൻ്ററിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ അതിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ അൺനോൺ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇത്തരത്തിൽ പോയിൻ്റർ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്സ് എടുക്കാം. ദെൻ കോംപ്ലിമെൻ്ററി മെത്തേഡ്. The value of the quantity measured is combined with a non value of the same quantity. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണം. അപ്പോൾ അതിന് തുല്യമായ മറ്റൊരു ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ആ അൺനോൺ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ഡിറ്റർമൈനിങ് വോളിയം ഓഫ് സോളിഡ് ബൈ ലിക്വിഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ അടുത്തതാണ് മെത്തേഡ് ഓഫ് നൾ മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിഫറൻഷ്യൽ മെഷർമെൻറ്റ്. ഇൻ ദിസ് മെത്തേഡ് the difference between measured and non value is brought to zero. അപ്പോൾ നൾ മെഷർമെൻറ്റിന് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീസ്റ്റൺസ് ബ്രിഡ്ജ് എടുക്കാം. വീസ്റ്റൺസ് ബ്രിഡ്ജിന് 4 ലെഗുകളുണ്ട്. ഈ 4 ലെഗിൽ നമ്മൾ മേ ബി റെസിസ്റ്ററൊക്കെ ആയിരിക്കും വെക്കുക. അപ്പോൾ ഈ വീസ്റ്റൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അൺബാലൻസ്ഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ അൺബാലൻസ്ഡ് വോൾട്ടേജിന് കാരണക്കാരൻ ആരാണോ ആ കാരണക്കാരനെയും അൺബാലൻസ്ഡ് വോൾട്ടേജിനെയും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മെത്തേഡ് ഓഫ് നൾ മെഷർമെൻറ്റ്. ദെൻ കോണ്ടാക്ട് മെത്തേഡ്. കോണ്ടാക്ട് മെത്തേഡും കോണ്ടാക്ട്ലെസ് മെത്തേഡും എളുപ്പമാണ്. കോണ്ടാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യുന്നു. കോണ്ടാക്ട്ലെസ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് കോണ്ടാക്ട്. മെഷറിംഗ് ടിപ്പ് ഓർ സെൻസർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ആക്ച്വലി ടച്ചസ് ദ സർഫസ് ടു ബി മെഷേർഡ്. അപ്പോൾ നമ്മളൊക്കെ അതിന് എക്സാമ്പിൾ വെർനിയർ കാലിപ്പർ, മൈക്രോമീറ്റർ, ഡയൽ ഇൻഡിക്കേറ്ററിലൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. ദെൻ കോണ്ടാക്ട്ലെസ് മെത്തേഡ്. ഹിയർ ദർ ഇസ് നോ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ സർഫസ് ടു ബി മെഷേർഡ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഒപ്റ്റിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൊജക്ഷൻ, കമ്പാരിറ്റേഴ്സ് ഒക്കെ. ദെൻ ഇനിയാണ് മെഷർമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് നോക്കാൻ പോവുക. ടെർമിനോളജീസ് യൂസ്ഡ് ഇൻ മെഷർമെൻറ്റ്. ഫസ്റ്റ് വൺ ഈസ് റേഞ്ച്. എന്താണ് റേഞ്ച്? ദ കപ്പാസിറ്റി in which the instrument is capable of measuring or the maximum and minimum capacity of measurement. ഇപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിനെ സംബന്ധിച്ച് അതിന് ഏറ്റവും മിനിമം വാല്യൂ മെഷർ ചെയ്യാവുന്ന എത്രയാണ്, മാക്സിമം എത്രയും മെഷർ ചെയ്യാം. അപ്പോൾ ഒരു കാറിൻ്റെ സ്പീഡോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മിനിമം ആയിട്ട് കാണിക്കുന്നത് 0യും മാക്സിമം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആയിരിക്കും. മേ ബി 160 ആകാം, 200 ആകാം, 230 ആകാം. അപ്പോൾ അതിൻ്റെ ആ റേഞ്ച് എന്ന് പറയുമ്പം 0 to ആ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ അതാണ് റേഞ്ച്. ഇനി എന്താണ് സ്പാൻ? സ്പാൻ ഈക്വൽ ടു മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. അപ്പോൾ മാക്സിമം എത്രയാണോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാല്യൂ കാണിക്കുന്നത് മൈനസ് മിനിമം വാല്യൂ. ദെൻ സ്റ്റെബിലിറ്റി. ദ എബിലിറ്റി ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടു കോൺസ്റ്റൻ്റ്ലി മെയിൻറ്റെയിൻ ഇറ്റ്സ് മെട്രോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ടൈം. അപ്പോൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേബിളാണെന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് വേരി ചെയ്യാതെ അത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു വാല്യൂ തരുന്നു. മീൻസ് നമുക്ക് മെഷർ ചെയ്യേണ്ട ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അത് എക്സാമ്പിളായിട്ട് നമുക്കൊരു വെയിറ്റ് എടുക്കാം. നമുക്ക് ഒരു നോൺ വെയിറ്റ് എടുത്ത് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലേക്ക് കൊടുത്തു. നമുക്ക് ഒരു എത്രയാണോ റീഡിങ് എന്നുള്ളത് കിട്ടി. ഇനി കുറേ ടൈം കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതേ ക്വാണ്ടിറ്റി തന്നെ ക്വാണ്ടിറ്റി തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് സെയിം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേബിളാണ്. ടൈമിനനുസരിച്ച് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ദെൻ അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പ്രിസിഷനും ദെൻ ആക്യുറസി. അപ്പോൾ നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേമുകളാണ് പഠിക്കാനുള്ളത്, പ്രിസിഷനും ആക്യുറസിയും. എന്താണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? പ്രിസൈസ് ആണെന്ന് പറഞ്ഞാൽ
ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആക്യുറേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് വൺ ഈസ് പ്രിസിഷൻ. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റിപ്പീറ്റബിലിറ്റി ഇൻ ദ മെഷറിംഗ് പ്രോസസ്. അതിന് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ഷാഫ്റ്റ് എടുത്തു, അതിൻ്റെ ഡയമീറ്റർ 10 mm ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാനൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എടുത്തു. ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എടുക്കാൻ നേരത്ത് ഞാൻ മെഷർ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ എനിക്ക് 9 mm കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ എനിക്ക് 11 mm കിട്ടി. മൂന്നാമത്തെ പ്രാവശ്യം മെഷർ ചെയ്തപ്പോൾ 7 mm കിട്ടി. ദെൻ നാലാമത്തെ പ്രാവശ്യം മെഷർ ചെയ്യാൻ നേരത്ത് എനിക്ക് 6 mm കിട്ടി. അങ്ങനെ ഓരോ തവണ സെയിം സ്പെസിമെൻ, സെയിം മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, സെയിം ഒബ്സർവർ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ നേരത്ത് എനിക്ക് കിട്ടുന്നത് നല്ല വേരിയേഷൻ ഉള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് നോട്ട് എ പ്രിസൈസ്ഡ് വൺ. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലാകും. മറിച്ച് അടുത്തൊരു കേസ് എടുക്കാം. ഇവിടെ നമ്മുടെ ഷാഫ്റ്റ് 10 mm ഡയമീറ്റർ ഉള്ളതാണ് നമുക്കറിയാം. അവിടെ എടുത്തപ്പോൾ ഫസ്റ്റ് റീഡിങ് എനിക്ക് 9.9, സെക്കൻഡ് റീഡിങ് 10, തേർഡ് റീഡിങ് 10, ഫോർത്ത് റീഡിങ് 10.1 എന്നുള്ള റേഞ്ചിലാണെന്ന് കരുതിക്കോ. മീൻസ് ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ഓൾമോസ്റ്റ് 10 mm അടുത്തായിരിക്കും. അല്ലെങ്കിൽ ഈ ഓരോ വാല്യൂസും തമ്മിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. അപ്പോൾ ആ വേരിയേഷൻ മിനിമം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് വളരെ പ്രിസൈസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തൊരു കേസ് എടുക്കാം. ഇവിടെയും നമ്മുടെ ഷാഫ്റ്റ് 10 mm തന്നെയാണ്. ഫസ്റ്റ് റീഡിങ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വാല്യൂ 6, സെക്കൻഡ് റീഡിങ് എടുത്തപ്പോൾ 6.1, തേർഡ് റീഡിങ് എടുത്തപ്പോൾ എഗെയിൻ 6, ഫോർത്ത് റീഡിങ് എടുത്തപ്പോൾ എഗെയിൻ 6.2 എന്ന് കരുതിക്കും. അപ്പോൾ ഇവിടെ എല്ലാം ഇതിൻ്റെ എല്ലാം ആവറേജ് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 6 സംതിങ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇവിടെയും എന്താണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ ഓരോ തവണ റീഡിങ് എടുക്കുമ്പോഴും ആ വാല്യൂസ് എല്ലാം തമ്മിലുള്ള വേരിയേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെയും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ് ആണ്. പക്ഷേ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണോ അത് നമുക്ക് തരാൻ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് സാധിച്ചില്ല. മീൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ് ആണ്, ബട്ട് കറക്റ്റായിട്ടുള്ള വാല്യൂ ഈ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് കിട്ടിയില്ല. എനിവേ, ഇപ്പോൾ നമ്മൾ 3 കേസസ് കണ്ടു. അപ്പോൾ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ തവണയും സെയിം സ്പെസിമെൻ, സെയിം ഒബ്ജക്റ്റ്, സെയിം ഒബ്സർവർ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഓരോ തവണത്തെ റീഡിങ്ങും തമ്മിലുള്ള വേരിയേഷൻ മിനിമം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് പ്രിസൈസ്. അപ്പോൾ അതാണ് എഴുതിയിരിക്കുക. ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റിപ്പീറ്റബിലിറ്റി ഇൻ ദ മെഷറിംഗ് പ്രോസസ്. If the instrument is not a precise one, it will give different, means widely varying results for the same dimension when measured again and again. അപ്പോൾ ഇതാണ് അതിനൊരു ഇമേജ് ആയിട്ട് കാണിക്കുക. ഇവിടെ നമുക്കറിയാം ഓരോ തവണ റീഡിങ് എടുത്തപ്പോഴും അതെല്ലാം നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെയോ ആ റീഡിങ്സ് എല്ലാം തന്നെ വളരെ ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രിസൈസ് ആണ്, ഇത് ലെസ് പ്രിസൈസ് ആണെന്ന് പറയാൻ സാധിക്കുന്നു. ഇനി ആക്യുറസി. അപ്പോൾ നമ്മളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പ്രിസൈസ് ആണ് എന്നുള്ളത് കണ്ടു. അത് പ്രിസിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. കാരണം നമ്മൾ ഓരോ തവണ റീഡിങ് എടുക്കുമ്പോഴും ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്കതുകൊണ്ട് യൂസ് ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പ്രിസൈസ് ആയിരിക്കണം. പക്ഷെ ക്ലോസ് ആയിട്ടും കാര്യമില്ല, കറക്റ്റായിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് ഉപയോഗം ഇല്ലാതാകും. അപ്പോൾ അതുകൊണ്ട് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് പ്രിസൈസ് ആയിട്ട് മാത്രം കാര്യമില്ല, മറിച്ചത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും കൂടെ നമുക്ക് തരണം. അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് ദ മെഷേർഡ് വാല്യൂ ഓഫ് ദ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് എഗ്രി വിത്ത് ദ ട്രൂ വാല്യൂ. അപ്പോൾ അതിനും ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ കുറേ കൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ ഷാഫ്റ്റ് അതിൻ്റെ ഡയമീറ്റർ 10 mm തന്നെയാണ്.
നമ്മളിവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തു, നമ്മൾ മെഷർ ചെയ്തു. ഫസ്റ്റ് നമുക്ക് കിട്ടിയ റീഡിങ് 10, സെക്കൻഡ് റീഡിങ് 10, തേർഡ് റീഡിങ് 10.01, ഫോർത്ത് റീഡിങ് എന്ന് പറയുമ്പോൾ എഗെയിൻ 10 ആണെന്ന് കരുതുക. അപ്പം നമ്മൾ 4 തവണയാണ് സെയിം എക്യുപ്മെൻറ്റ്, ഇവിടുത്തെ എക്യുപ്മെൻ്റിൻ്റെ പേര് എ, ക്യാപിറ്റൽ എ. ഈ എ എന്ന് പറയുന്ന മെഷറിങ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ 4 തവണ ഒരേ സ്പെസിമെൻ്റെ റീഡിങ് എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ 4 റീഡിങ്സിൻ്റെയും ആവറേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 പോയിൻ്റ് സംതിങ് ആയിരിക്കും. അപ്പോൾ ഈ ആവറേജ് വാല്യൂ എന്താണോ ആ വാല്യൂ ഈ കാണുന്നതാണ് ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവും ആവറേജ് വാല്യൂവും തമ്മിൽ എത്രത്തോളം ക്ലോസ് ആണോ, ക്ലോസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, നമ്മുടെ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ ആ ട്രൂ ആയിട്ടുള്ള വാല്യൂ അത് തന്നെ തരാൻ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിന് സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ മെഷറിങ് ഇൻസ്ട്രുമെൻറ്റിന് തരാൻ സാധിച്ചാൽ നമുക്ക് പറയാൻ പറ്റും മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 4 റീഡിങ് എടുത്തപ്പോഴും 4 റീഡിങ്ങും തമ്മിലുള്ള വേരിയേഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, ഈ എ എന്ന് പറയുന്ന മെഷറിങ് ഇൻസ്ട്രുമെൻറ്റ് വളരെ പ്രിസൈസ് ആയിട്ടുള്ളതും ആക്യുറേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മെഷർമെൻറ്റ് പർപ്പസിന് ആവശ്യം എന്താണ്, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളതും പ്രിസൈസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റാണ് ആവശ്യം. ഇപ്പം വളരെ ആക്യുറേറ്റ് ആണ്, പ്രിസൈസ് അല്ല എങ്കിൽ കാര്യമില്ല. മറിച്ച് പ്രിസൈസും അല്ല ആക്യുറേറ്റും അല്ല എങ്കിലും കാര്യമില്ല. ആക്യുറേറ്റും പ്രിസൈസും ആയിട്ടുള്ള ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ പ്രിസൈസ്ഡ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടുമുള്ള ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ആക്യുറസി എന്ന് പറയുമ്പോൾ എന്താണോ ട്രൂ വാല്യൂ, ആ ട്രൂ വാല്യൂവിനോട് ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടുക. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ആൻഡ് ദ മെഷേർഡ് വാല്യൂ ഈസ് എറർ. അപ്പോൾ ഈ ഡിഫറൻസ് മെഷർ ചെയ്ത ആ വാല്യൂ, നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ആ 4 പ്രാവശ്യം എടുത്ത റീഡിങ്ങിൻ്റെ ആവറേജ്, അതും ട്രൂ ആയിട്ടുള്ള വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, അത് കൂടുതലാണെങ്കിൽ എറർ കൂടുതലാണെന്ന് പറയും, അത് കുറവാണെങ്കിൽ എറർ കുറവാണെന്ന് പറയും. അപ്പോൾ ഈ എററാണ് ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ആക്യുറസി പറയുന്ന കാര്യം. എറർ കൂടുതലാണെങ്കിൽ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ഈസ് നോട്ട് ആൻ ആക്യുറേറ്റ് വൺ. ദെൻ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ആക്യുറസി? ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് ട്രൂ വാല്യൂ തന്നെ തരാൻ എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡേർഡ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ്, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വർക്ക് പീസ്, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പേഴ്സൺ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അതോടൊപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. ദെൻ നമുക്ക് ഫസ്റ്റായിട്ട് നോക്കാം എന്താണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് സ്റ്റാൻഡേർഡ്, മെഷറിങ് ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഒരു ഫാക്ടറായിട്ട് ആക്യുറസിയിൽ വരാം. ഉദാഹരണം, നമ്മൾ സ്കെയിൽ എടുത്തു, ആ സ്കെയിലിൻ്റെ എലാസ്റ്റിക് പ്രോപ്പർട്ടി, അതിൻ്റെ സ്റ്റെബിലിറ്റി, അതിൻ്റെ കാലിബ്രേഷൻ ഇൻ്റർവെൽ, അതിനൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. നമ്മളൊരു സ്കെയിൽ എടുത്തു, ഈ സ്കെയിലിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 1, 2, 3, 4 അങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കരുതുക. അപ്പോൾ ഈ 1ഉം 2ഉം തമ്മിലുള്ള ദൂരം, അതോടൊപ്പം തന്നെ 2ഉം 3ഉം തമ്മിലുള്ള ദൂരം സെയിം ആണ്. ദെൻ അതുപോലെ തന്നെയാണ് 3ഉം 4ഉം തമ്മിലുള്ള ദൂരം. പക്ഷേ ഇൻ കേസ് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് മൂലം ഏതെങ്കിലും 2 തമ്മിലുള്ള ദൂരം, മീൻസ് 1ഉം 2ഉം തമ്മിലുള്ള ദൂരം ഡിഫറൻ്റ് ആണ്, ബാക്കി എല്ലാം ഈക്വൽ ആയിട്ടാണ് പോകുന്നത് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എറർ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ കാലിബ്രേഷൻ എറർ, മീൻസ് സ്കെയില് കാലിബ്രേറ്റ് ചെയ്തതിലുണ്ടായ എറർ. അപ്പോൾ അത്തരത്തിലൊരു എറർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ട്രൂ വാല്യൂ നമുക്ക് കിട്ടില്ല. മീൻസ് ആ സ്കെയിലിലുണ്ടായ, നമ്മൾ യൂസ് ചെയ്ത സ്റ്റാൻഡേർഡിലുണ്ടായ എറർ മൂലം നമുക്ക് ട്രൂ വാല്യൂവിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് ആക്യുറസി അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പിന്നെ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് സ്റ്റെബിലിറ്റി, നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റെബിലിറ്റി എന്നുള്ളത്.
ആ സ്റ്റേബിളായിട്ടുള്ള റിസൾട്ട് തരുന്നൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് എങ്കിൽ, ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകാതെ സ്റ്റേബിളായിട്ട് തരുന്നൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് എങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവിടെ എറർ ഉണ്ടാകും. പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് തെർമൽ എക്സ്പാൻഷനോ, അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ വളരെ എലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന് ഒരു എലാസ്റ്റിക് ഫോർമേഷനൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്തുണ്ടാകും? എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് ഫാക്ടറാണ് വർക്ക് പീസ്. നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് പീസ്, അതായത് വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ സ്പെസിമെൻ്റെ ആണ് മേ ബി ഡയമീറ്റർ ആകാം, ലെന്ത് ആകാം, തിക്നെസ് ആകാം മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് പീസ് എങ്ങനെ ആക്യുറസി അഫക്റ്റ് ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന വർക്ക് പീസ് അത് ക്ലീൻ അല്ല, അതിൻ്റെ സർഫസിൽ കൊറോഷനൊക്കെ ഉണ്ട്, സ്ക്രാച്ചൊക്കെ ഉണ്ട്, സർഫസ് നല്ല രീതിയിൽ ഫിനിഷ്ഡ് അല്ല, സർഫസിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്, സർഫസ് വളരെ റഫാണെങ്കിൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഇനി ആ വർക്ക് പീസ് തന്നെ എലാസ്റ്റിക് പ്രോപ്പർട്ടിയുള്ള വർക്ക് പീസാണ്. മേ ബി നമ്മൾ പ്രസ് ചെയ്യാൻ നേരത്ത് അത് ബെൻഡാവുകയോ അല്ലെങ്കിൽ അത് കൂടുതൽ എലാസ്റ്റിക് ആയിട്ടുള്ളതുകൊണ്ട് ഡയമെൻഷൻ വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ടാകാം. അപ്പം അങ്ങനെയൊക്കെ വെക്കുന്നത് കൊണ്ട് എറർ ഉണ്ടാകാം. ഇനി അത് മാത്രമല്ല, വർക്ക് പീസ് മെഷർ ചെയ്യാൻ നേരത്ത് പ്രോപ്പറായിട്ടല്ല അത് അലൈൻ ചെയ്തിരിക്കുന്നെങ്കിൽ കൂടിയും എറർ ഉണ്ടാകും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണും. ദെൻ അടുത്തതാണ് ഇൻസ്ട്രുമെൻറ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഇൻസ്ട്രുമെൻറ്റിലും നമ്മൾ നേരത്തെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞ പോലെ തന്നെ അവിടെ കാലിബ്രേഷൻ എറർ ഉണ്ടാകാം. ഫ്രിക്ഷൻ മൂലം, ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഫ്രിക്ഷൻ മൂലം അത് വിയർ ആൻഡ് ടിയർ ഉണ്ടായി, ദെൻ എറർ വരാം. ദെൻ സ്കെയിൽ ചെയ്തതിലുള്ള എറർ വരാം. ദെൻ അടുത്തതാണ് പേഴ്സൺ, മീൻസ് മെഷർമെൻറ്റ് നടത്തുന്ന വ്യക്തി. മീൻസ് ആ വ്യക്തി ട്രെയിൻഡ് അല്ല എങ്കിൽ, അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ ട്രെയിൻഡ് അല്ല, സ്കിൽഡ് അല്ല എങ്കിൽ അവിടെ എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അദ്ദേഹം എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്? വളരെ സ്പീഡിൽ റീഡിങ് എടുക്കുന്നു, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചല്ല റീഡിങ് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം വളരെ ടെൻസ്ഡ് ആയിട്ടാണ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എററിനുള്ള സാധ്യതയുണ്ട്. ദെൻ എൻവയോൺമെൻറ്റ് എങ്ങനെ എററിന് കാരണക്കാരാകുന്നു? അതിന് കാരണം എൻവയോൺമെൻറ്റിലെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റേഡിയേഷൻ, അങ്ങനെ അല്ലെങ്കിൽ അഡീക്വേറ്റ് ഇലിമിനേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മൂലം എറേഴ്സ് ഉണ്ടാകും. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടെമ്പറേച്ചർ അനുസരിച്ച് ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എറർ ഉണ്ടാകും. ഇല്ലെങ്കിൽ ആംബിയൻറ്റിലെ ഹ്യൂമിഡിറ്റി മൂലം ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ എറർ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് റേഡിയേഷൻ. ഇനി ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ സറൗണ്ടിങ്സിലെ ഇലുമിനേഷൻ അത് കണ്ടമാനം കൂടുതലാണെങ്കിൽ പ്രോപ്പറായിട്ട് സ്കെയിൽ റീഡ് ചെയ്യാൻ പറ്റാതെ എറർ വരാം. ദെൻ ആക്യുറസിയും പ്രസിഷനും. നമ്മൾ പറഞ്ഞു, ആക്യുറസി എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ എന്താണോ അതിനേക്ക് അടുത്തിരിക്കുക, ആ വേരിയേഷൻ ഒഴിവാക്കുക. പ്രസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെടുക്കുന്ന ഒരുപാട് റീഡിങ്സ് അത് തമ്മിലുള്ള വേരിയേഷൻ മിനിമം ആക്കുക. മിനിമം ആയാൽ പ്രിസൈസ് എന്ന് പറയും. അപ്പോൾ ഇതാണ് പ്രസിഷനും ആക്യുറസിയും തമ്മിലുള്ള ഒരു ബന്ധം കാണുന്നത്. ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആക്യുറേറ്റും ആണ് പ്രിസൈസും ആണെങ്കിൽ അത് എടുക്കുന്ന എല്ലാ റീഡിങ്സും ട്രൂ വാല്യൂവിനോട് ചേർന്നിരിക്കും. മാത്രമല്ല ഈ എല്ലാ റീഡിങ്സുകളും തമ്മിലുള്ള വേരിയേഷൻ മിനിമം ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആക്യുറേറ്റും പ്രിസൈസും ആയിട്ടുള്ളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രിസൈസ്ഡ് ആണ്, കാരണം എടുത്തിരിക്കുന്ന ഓരോ റീഡിങ്സും തമ്മിലുള്ള വേരിയേഷൻ മിനിമം ആണ്. പക്ഷേ അതിൻ്റെ ആവറേജ് ട്രൂ വാല്യൂവിൽ നിന്നും അകലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് അല്ല, ബട്ട് പ്രിസൈസ് ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിസൈസ് അല്ല ബട്ട് ആക്യുറേറ്റ് ആണ്. മീൻസ് എടുത്തിരിക്കുന്ന ഓരോ വാല്യൂവും തമ്മിലുള്ള വേരിയേഷൻ കൂടുതലാണ്, പക്ഷേ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അത് ട്രൂ വാല്യൂവിനോട് ചേർന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആക്യുറേറ്റ് ആണ്, പക്ഷെ പ്രിസൈസ് അല്ല. ഇനി ഈ കേസിൽ ആക്യുറേറ്റും അല്ല പ്രിസൈസും അല്ലാത്തൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു കേസ്. ഇതിൽ അത് തന്നെയാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. പ്രിസൈസും ആക്യുറേറ്റും അല്ലാത്ത കേസും, ദെൻ ആക്യുറേറ്റും പ്രിസൈസും അല്ലാത്ത കേസും, പ്രിസൈസും ആക്യുറേറ്റും ആയിട്ടുള്ള കേസുമാണ് ഈ കാണുന്നത്. അപ്പോൾ അതാണ് ആക്യുറസിയും പ്രിസിഷനും. അപ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ആക്യുറേറ്റും ആയിരിക്കണം, പ്രിസൈസും ആയിരിക്കണം. ദെൻ അടുത്ത ഒരു ടേമാണ് സെൻസിറ്റിവിറ്റി. എന്താണ് സെൻസിറ്റിവിറ്റി? ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ മെഷേർഡ് വേരിയബിൾ
ടു വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് റെസ്പോൺസ്. അപ്പോൾ നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ട ആ വേരിയബിളിലുണ്ടാകുന്ന ചെറിയൊരു ഇൻക്രിമെൻ്റൽ വേരിയേഷൻ പോലും ഔട്ട്പുട്ടായിട്ട് നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് കാണിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാം മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് വളരെ സെൻസിറ്റീവാണ്. അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചറിന് 0.1, 0.2 അല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുമ്പോൾ പോലും, ഫോർ എക്സാമ്പിൾ ടെമ്പറേച്ചർ ഇപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 27.1, 27.2 അത്തരത്തിൽ ചെറിയ 0.1 ഇൻക്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ പോലും അതിനനുസരിച്ച് ഔട്ട്പുട്ട് കാണിക്കുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ നമുക്ക് പറയാം അത് വളരെ സെൻസിറ്റീവാണ്. കാരണം ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വേരിയേഷന് അനുസരിച്ച് പോലും ഔട്ട്പുട്ട് കാണിക്കുന്നു. മറിച്ച് വേറൊരു ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഡിവൈസ് 27, 28, 29 അങ്ങനെയുള്ളത് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ മനസ്സിലാകും അത് കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി കുറഞ്ഞ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം സെൻസിറ്റീവായിട്ട് ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് റെസ്പോണ്ട് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ ഇൻപുട്ട്. ഇൻപുട്ടിനുണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഔട്ട്പുട്ടിൽ കാണിക്കുന്നുവെങ്കിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് വളരെ സെൻസിറ്റീവാണ്. Rate of displacement of the indicating device of an instrument with respect to the measured quantity. Sensitivity may be a constant or variable. നമുക്ക് നോക്കാം. ഈ കാണുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ് ഈ രണ്ട് ഗ്രാഫിലും കാണുക. ഒന്നിൽ ലീനിയർ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിയും ഒന്നിൽ നോൺ ലീനിയർ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റിയാണ്. ദെൻ എന്താണ് റീഡബിലിറ്റി? It refers to the ease with which the readings of a measuring instrument can be read. ഇപ്പോൾ റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈസായിട്ട് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്ത് ആ എന്താണോ മെഷർമെൻറ്റ് അതെടുക്കാൻ സാധിക്കുന്നു. The term indicates the closeness with which the scale of the instrument may be read. അപ്പോൾ നമുക്ക് എത്രത്തോളം റീഡബിൾ ആയിട്ടുള്ള ഒന്നാണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ സ്കെയില്. അത് എളുപ്പം റീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു റീഡബിലിറ്റി ഉള്ള ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ദെൻ കാലിബ്രേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫ്രെയിമിംഗ് ദ സ്കെയിൽ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ബൈ അപ്ലൈയിങ് സം സ്റ്റാൻഡർഡൈസ്ഡ് സിഗ്നൽസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്കെയിലിൽ 1, 2, 3, 4 മാർക്ക് ചെയ്യുന്ന പോലെ, ഒരു പ്രഷർ ഗേജിൽ സ്കെയിൽ മാർക്ക് ചെയ്യുന്ന പോലെ ഒക്കെ കാലിബ്രേഷൻ എന്ന് പറയുമ്പോൾ സ്കെയിൽ ഫോർമേഷനാണ്. നമ്മൾ സ്കെയിൽ മാർക്ക് ചെയ്യുന്നു. ഇതൊരു സ്കെയിലാണെങ്കിൽ 1, 2, 3, 4 അങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഈ 1, 2 തമ്മിലുള്ള ദൂരം, ദെൻ 2, 3 തമ്മിലുള്ള ദൂരം, 3, 4 തമ്മിലുള്ള ദൂരം, ഇതെല്ലാം വളരെ പ്രിസൈസായിട്ട് ഡിഫറൻസ് ഉണ്ടാകാത്ത രീതിയിൽ സ്കെയിൽ സെറ്റ് ചെയ്യുന്നു. ദെൻ ആക്യുറസി ഡിപ്പെൻഡ്സ് അപ്പോൺ കാലിബ്രേഷൻ. അപ്പോൾ കാലിബ്രേഷൻ എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നതനുസരിച്ചായിരിക്കും ഇൻസ്ട്രുമെൻ്റ് തരുന്ന ഔട്ട്പുട്ടും ആക്യുറേറ്റ് ആവുന്നത്. അപ്പോൾ കാലിബ്രേഷനിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ആ എറർ മെഷർമെൻറ്റിലുടനീളം ഉണ്ടാകും. ദെൻ മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? ഇൻ ഓർഡർ ടു മെഷർ സ്മോൾ ഡിഫറൻസസ് ഇൻ ഡയമെൻഷൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ മെഷറിംഗ് ടിപ്പ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വർക്ക് മസ്റ്റ് ബി മാഗ്നിഫൈഡ്. അതിൽ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം. നമ്മളത് പിന്നീട് പഠിക്കും. ഡയൽ ഇൻഡിക്കേറ്റർ, ഡയൽ ഗേജ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സർഫസ് എടുത്തു. ഈ സർഫസ് എത്രത്തോളം ഫ്ലാറ്റ് ആണ് അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പോയിൻ്റർ ഉണ്ടാകും. ഈ പോയിൻ്റർ അല്ലെങ്കിൽ പ്ലഞ്ചർ എന്ന് പറയും. ഈ പ്ലഞ്ചർ ഈ സർഫസിലൂടെ മൂവ് ചെയ്യിപ്പിക്കുന്നു. സർഫസിലൂടെ മൂവ് ചെയ്യിക്കുമ്പോൾ ഈ പ്ലഞ്ചറിനുണ്ടാകുന്ന വെർട്ടിക്കൽ മോഷൻസ് മീൻസ് അപ്പ് ആൻഡ് ഡൗൺ മോഷൻസിനെ റോട്ടറി മോഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. മീൻസ് ഈ പ്ലഞ്ചറിനുണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺ മോഷനെ ഒരു റോട്ടറി മോഷനായിട്ട് ഒരു പോയിൻ്റർ മൂവ് ചെയ്യുന്നതായിട്ടായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സർഫസ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആ സർഫസിലൂടെ വിരൽ ഓടിക്കുമ്പോൾ അത് ഫ്ലാറ്റായിട്ട് നമുക്ക് തോന്നും. പക്ഷേ വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു പ്ലഞ്ചർ ഈ സർഫസിൽ കൂടെ മൂവ് ചെയ്യാൻ നേരത്ത് ആ സർഫസിലുള്ള ചെറിയ അപ്പ് ആൻഡ് ഡൗൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് പ്ലഞ്ചറും അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും. അങ്ങനെ ഈ പ്ലഞ്ചറിനുണ്ടാകുന്ന ഈ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മൂവ്മെൻറ്റിനെ മാഗ്നിഫൈ ചെയ്ത് മീൻസ്
ആ മൂവ്മെൻറ്റിനെ അതേപോലെ ഒരു പോയിൻ്ററിലേക്ക് കാണിക്കുവാണെങ്കിൽ പോയിൻ്റർ മൂവ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. മീൻസ് നമുക്ക് ആ സമയത്ത് സ്കെയിൽ ഒരിക്കലും റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റിനെ മാഗ്നിഫൈ ചെയ്ത് ദെൻ അത്തരത്തിലുള്ളൊരു മാഗ്നിഫൈഡ് സ്കെയിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവിടെ നമ്മൾ റീഡിങ്സ് എടുക്കുക. അപ്പോൾ അതാണ് മാഗ്നിഫിക്കേഷൻ. ഇൻ ഓർഡർ ടു മെഷർ സ്മോൾ ഡിഫറൻസസ് ഇൻ ഡയമെൻഷൻസ്, the movement of the measuring tip in contact with the work must be magnified. Output signal from a measuring instrument is magnified. കാരണം ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഇൻപുട്ട് ചെറിയ വേരിയേഷൻസേ ഉള്ളൂ, അപ്പോൾ ഔട്ട്പുട്ടിനും ചെറിയ വേരിയേഷനേ ഉണ്ടാകും. പക്ഷെ ആ ഒരു വേരിയേഷൻ വെച്ചുകൊണ്ട് നമുക്ക് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാവും, കാരണം അത് റീഡബിൾ അല്ലാതെ പോകും. അപ്പോൾ അങ്ങനെ റീഡബിൾ അല്ലാതെ പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കൂടുതൽ റീഡബിൾ ആക്കാൻ വേണ്ടിയാണ് ആ ചെറിയ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുക. ജനറലി ദ ഗ്രേറ്റർ ദ മാഗ്നിഫിക്കേഷൻ ദ സ്മോളർ ഈസ് ദ റേഞ്ച് ഓഫ് മെഷർമെൻറ്റ് ഓൺ ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഗ്രേറ്റർ ദ നീഡ് ഫോർ കെയർ ഇൻ യൂസിങ് ഇറ്റ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ഓർത്തോണം ചെറിയ വേരിയേഷൻസ് ആയിരിക്കും നമുക്ക് അളക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ഡിഗ്രി സെൽഷ്യസിനും 2 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള വേരിയേഷനാണ് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കാണിക്കുന്നതെങ്കിൽ ആ 1-2 വേരിയേഷൻ നമ്മൾ ഒരു മാഗ്നിഫൈ ചെയ്ത സ്കെയിലിൽ വേണം കാണിക്കാൻ. ഇതിന് അടുത്തതാണ് റിപ്പീറ്റബിലിറ്റി. ആ പേര് പോലെ തന്നെ റിപ്പീറ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നു. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ടു റിപ്പീറ്റ് ദ സെയിം റിസൾട്ട് for the measurement for the same quantity when the measurements are carried out. അപ്പോൾ നമ്മളൊരു സെയിം സ്പെസിമെൻ, സെയിം മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, സെയിം ഒബ്സർവർ മീൻസ് മെഷർ ചെയ്യുന്ന വ്യക്തി, ഇവരെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ റിപ്പീറ്റായിട്ട് റീഡിങ്സ് എടുക്കുമ്പോഴെല്ലാം നമുക്ക് സെയിം ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടുകയാണെങ്കിൽ പറയാൻ പറ്റും ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് പ്രിസൈസ് ആണ്, അതോടൊപ്പം തന്നെ റിപ്പീറ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ റിപ്പീറ്റബിലിറ്റി എന്താണ്? It is the ability of the measuring instrument to repeat the same result for the measurements for the same quantity when the measurements are carried out by the same observer with the same measuring instrument under the same conditions without any change in location, without change in the method of measurement. Measurements are carried out in short intervals of time. അപ്പോൾ ഇത്തരം രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അതായത് മെഷർമെൻറ്റ് എടുക്കുന്ന ആൾ മാറുന്നില്ല, സ്പെസിമെൻ മാറുന്നില്ല, സറൗണ്ടിങ് കണ്ടീഷൻസ് മാറുന്നില്ല, മെഷർമെൻറ്റ് മെത്തേഡ് മാറുന്നില്ല, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റോ സ്പെസിമെനോ ഒന്നും മാറുന്നില്ല. എന്നിട്ട് റിപ്പീറ്റായിട്ട് റീഡിങ് എടുക്കുമ്പോൾ സെയിം റിസൾട്ട് തന്നെ തരാൻ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് സാധിക്കുന്നുവെങ്കിൽ അത് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിപ്പീറ്റബിലിറ്റി തന്നെയാണ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് എറർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. താങ്ക് യു.